ഇന്ന് ഞങ്ങളെ കറി ഇതിനെ കൊണ്ടുള്ളതാണ് കേട്ടോ. ഇത് ബട്ടർ എന്ന് പറയും. ബട്ടർ ഇത് നമ്മൾ തോലൊഴിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. ഇതാണ് ഇന്നത്തെ കറി. ഇതിനൊരു മസാല തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കണം. കുക്കർ ചൂടായി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി, ഇതിപ്പുറത്തേക്ക് വെച്ചിട്ട് ഇതിപ്പുറത്തേക്ക് വെക്കാം. ചെറിയ അടുപ്പിലേക്ക് വഴറ്റുമ്പോൾ വേഗം വഴങ്ങും. കുറച്ച് കറിവേപ്പില, അരപ്പ് അരച്ച് വെച്ചതില്ലേ അതിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തക്കാളി കല്ലിട്ടായാൽ വേഗം തക്കാളിയൊക്കെ വേവിച്ച് കിട്ടും. ഇട്ടിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെക്കാം. കുറച്ച് നേരം തക്കാളി ഒന്ന് ഇതായിരിക്കും. ഇപ്പുറത്ത് ഉപ്പേരി ആക്കണം. ബീൻസും ക്യാരറ്റും കൂടി ആകാനുണ്ട്. തക്കാളി കൂടി കുറച്ച് അരച്ച് തീ കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചതില്ലേ അത് വയ്ക്കാം. ഇതൊന്ന് അതിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കട്ടെ.
കുറച്ച് നേരം ആ മിക്സിയുടെ മുകളിലേക്ക് വെച്ചത് കൈ ഒഴുകുന്ന സ്റ്റാൻഡ് വാങ്ങണം എത്രയും പെട്ടെന്ന് ഇത് എടുക്കാൻ കഴിയുന്നില്ല. ഇത് അരച്ച് വെച്ച് അതും കൂടി കൂട്ടും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ചെന്ന് കണ്ടാൽ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് മുളകുപൊടി, മല്ലിപ്പൊടി പാക്കറ്റിലുള്ളതാണ്, അത് കുറച്ചേ ഉണ്ടാകുന്നത്, അങ്ങനെ ഒപ്പിക്കാം. അത് ചേർത്ത് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യണം, ഇനി ഇതിലേക്ക് ഈ നമ്മളെ ബട്ടർ ഇടാം. ഇത് ഭയങ്കര ശരീരത്തിന് നല്ല സാധനമാണ് പറയുന്നതായിട്ട്. ബട്ടർ നമ്മളെ ബീൻസൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ബീൻസ് ഉണങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ തോലുള്ള ഇതായിരിക്കും. അതിനെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുക വേണ്ടത്. ഇതൊക്കെ ഇവിടെ ഭയങ്കര ഇതാണ്, ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കറി വെച്ചിട്ടൊക്കെ കഴിക്കണം എന്ന് പറയും. കുറച്ചായി ഇപ്പോൾ ഇത് കഴിച്ചിട്ട് അതിനെക്കൊണ്ട് ഇന്ന് ഇത് ആക്കാതെ വെച്ച്. ഇന്ന് പൗർണമിയല്ലേ, അപ്പം മീനൊന്നും മേടിക്കാൻ പറ്റില്ല, മീൻ ഇറച്ചിയൊന്നും ഇന്ന് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനിന്നലെ ഫോണിൽ നോക്കിയതിനെ കൊണ്ട് പൗർണമിയാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എനിക്കറിയുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പം അറിഞ്ഞ സ്ഥിതിക്ക്, അതായത് പൗർണമി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര എന്താണ് ഭയങ്കര ഒരു ദൈവവിശ്വാസമുള്ള ആൾക്കാർ അതിനെക്കൊണ്ട് ഭയങ്കര ഇതാണ്. പിന്നെ അന്നത്തെ ഇതിന് എന്താ പറയുന്നത് മറന്നുപോയി, സത്യം പറയാം മറന്നുപോയി. ഇങ്ങനെ ഉപ്പും കൂടി ഇടട്ടെ. ഉപ്പിട്ടു, ഉപ്പിൻ്റെ ഭരണി കൂടി വെച്ചു, അതിന് തട്ടിലേക്ക് മാറ്റിച്ചു. പിന്നെന്താ, ഉപ്പ് നമുക്കിനി എന്താ വേണ്ടത്, ഉപ്പ് കുറച്ച് ഉണ്ടോ നോക്കാം, ഉപ്പ് ലേശം പാകമാണോ നോക്കാം. അതിനിപ്പോൾ വീണ്ടും ഫോൺ ഒരു ഭാഗത്ത് വെക്കണം വെച്ചു. അപ്പോൾ അതവിടെ കുക്കർ മൂടിയിട്ട് വെയിറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന വിസിൽ കട്ടെ. ഒറ്റൊരു വിസിൽ മതി, ഇതൊരു പയർ പോലത്തെ സാധനമല്ലേ, അതുകൊണ്ട് അതങ്ങനെ ഒറ്റ വിസിൽ തന്നെ വേവും. അപ്പോഴത്തേക്ക് ഉപ്പേരി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് അത് ഓഫാക്കാം. എന്താണെന്നറിയാം, ഞാൻ വേഗം നോക്കുന്നത്, എനിക്ക് ടൈലറിങ്ങിൻ്റെ പണിയുണ്ട്, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അത് ഈ പണി കഴിഞ്ഞിട്ട് വേണം അത് കട്ട് ചെയ്യാൻ. ആദ്യം ഇവിടുത്തെ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒന്ന് റെഡി ആക്കാണ്ട്, ഇവിടെ ഇതാണ് എൻ്റെ മേശ. ഈ ചെമ്പൊക്കെ എടുത്ത് മാറ്റണം, എല്ലാം മാറ്റിയിട്ട് ഇതാണ് എൻ്റെ കട്ടിങ് മേശ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാനത് മേശയാക്കി വെക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.